ജയ് ഹിന്ദ് ഫ്രണ്ട്സ്, വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വിമുക്ത ഭടന്മാർക്കും ആശ്രിതർക്കും സന്തോഷ വാർത്ത. OROP റിവിഷനും അരിയേഴ്സും കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചിരിക്കുന്നു. ആർക്കൊക്കെ ഇതിൻ്റെ ഗുണം ലഭിക്കുമെന്നും റാങ്ക് അനുസരിച്ച് പുതുക്കിയ പെൻഷനും അരിയേഴ്സും എത്രയെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. സുഹൃത്തുക്കളായ വിമുക്ത ഭടന്മാർക്കും ആശ്രിതർക്കും അറിവിലേക്കായി ഷെയർ ചെയ്യുക. OROP റിവിഷൻ സംബന്ധിച്ച് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് 23 ഡിസംബർ 2022 പബ്ലിഷ് ചെയ്ത പ്രസ് റിലീസാണ് സ്ക്രീനിൽ കാണുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം. വൺ റാങ്ക് വൺ പെൻഷന് കീഴിൽ സായുധ സേനാ പെൻഷൻകാർ, കുടുംബ പെൻഷൻകാർ എന്നിവരുടെ പെൻഷൻ പരിഷ്കരിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ 2019 ജൂലൈ 1 മുതൽ അംഗീകാരം നൽകിയിരിക്കുന്നു. 2019 ജൂൺ 30 വരെ വിരമിച്ച സായുധ സേനാ ഉദ്യോഗസ്ഥർക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കും. 25.13 ലക്ഷത്തിലധികം പേർക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കും. റിവിഷൻ നടപ്പാക്കുന്നതിനായി കണക്കാക്കിയ അധിക വാർഷിക ചെലവ് ഏകദേശം 8450 കോടിയും 31% ഡിയർനെസ് റിലീഫുമായി കണക്കാക്കുന്നു. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്രമന്ത്രിസഭ സായുധ സേനാ പെൻഷൻകാർ, കുടുംബ പെൻഷൻകാർ എന്നിവരുടെ പെൻഷൻ വൺ റാങ്ക് വൺ പെൻഷൻ അനുസരിച്ച് ജൂലൈ 1, 2019 മുതൽ അംഗീകരിച്ചു. മുൻകാല പെൻഷൻകാരുടെ പെൻഷൻ 2018 കലണ്ടർ വർഷത്തിൽ ഒരേ സേവനദൈർഘ്യമുള്ള അതേ റാങ്കിലുള്ള ഡിഫൻസ് ഫോഴ്സിൽ നിന്ന് വിരമിച്ചവരുടെ ഏറ്റവും കുറഞ്ഞതും കൂടിയതുമായ പെൻഷൻ്റെ ശരാശരിയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും നിശ്ചയിക്കും. 2019 ജൂൺ 30 വരെ വിരമിച്ച സായുധ സേനയിലെ ഉദ്യോഗസ്ഥർ ഈ പുനരവലോകനത്തിന് കീഴിൽ വരും. 2014 ജൂലൈ 1 മുതലുള്ള പ്രീമച്വേർഡ് റിട്ടയറീസ് ഇതിൽ ഉൾപ്പെടുന്നില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, 2014 ജൂലൈ 1 ശേഷമുള്ള പ്രീമച്വേർഡ് റിട്ടയറീസ് ഇതിൽ ഉൾപ്പെടുന്നില്ല. 25.13 ലക്ഷത്തിലധികം, അതായത് 4.52 ലക്ഷത്തിലധികം പുതിയ ഗുണഭോക്താക്കൾ ഉൾപ്പെടെ സായുധ സേനാ പെൻഷൻകാർ, കുടുംബ പെൻഷൻകാർക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കും. ശരാശരിയിൽ കൂടുതൽ ഉള്ളവരുടെ പെൻഷൻ സംരക്ഷിക്കും. യുദ്ധവിധവകൾ, വികലാംഗ പെൻഷൻകാർ എന്നിവരുൾപ്പെടെയുള്ള കുടുംബ പെൻഷൻകാർക്കും ഈ ആനുകൂല്യം ലഭിക്കും. കുടിശ്ശിക 4 അർദ്ധവാർഷിക ഗഡുക്കളായി നൽകും. എന്നിരുന്നാലും സ്പെഷ്യൽ പെൻഷനേഴ്സ്, ലിബറലൈസ്ഡ് ഫാമിലി പെൻഷനേഴ്സ്, ഗ്യാലൻട്രി അവാർഡ് ജേതാക്കൾ എന്നിവരുൾപ്പെടെ എല്ലാ കുടുംബ പെൻഷൻകാർക്കും ഒരു ഗഡുവായി കുടിശ്ശിക നൽകുന്നതാണ്. ചിലവ്. OROP നടപ്പിലാക്കുന്നതിനുള്ള വാർഷിക ചിലവ് ഏകദേശം 8450 കോടി, 31% ഡിയർനെസ് റിലീഫും ഉൾപ്പെടെ കണക്കാക്കിയിട്ടുണ്ട്. കുടിശ്ശിക ജൂലൈ 1, 2019 മുതൽ ഡിസംബർ 31, 2021 വരെയുള്ള കാലയളവിലെ ഡിയർനെസ് റിലീഫ് 17% അടിസ്ഥാനമാക്കി 2019 ജൂലൈ 1 മുതൽ 30 ജൂൺ 2021 വരെയും 31% അടിസ്ഥാനമാക്കി 1 ജൂലൈ 2021 മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലും ഉൾപ്പെടെ 19,316 കോടി രൂപയിലധികം കണക്കാക്കിയിട്ടുണ്ട്. കുടിശ്ശിക 2019 ജൂലൈ 1 മുതൽ 2022 ജൂൺ 30 വരെ ഏകദേശം കണക്കാക്കിയിട്ടുണ്ട്. ബാധകമായ ക്ഷാമബത്ത പ്രകാരം 23,638 കോടി രൂപ. ഈ ചെലവ് OROPയുടെ അക്കൗണ്ടിൽ ഇപ്പോൾ നടക്കുന്ന ചെലവിനേക്കാൾ കൂടുതലാണ്. ഇനി റാങ്ക് അടിസ്ഥാനത്തിൽ OROP അനുസരിച്ച് പെൻഷനിലെ വർധനവ് എത്രയെന്ന് നോക്കാം. ആദ്യമായി ശിപ്പായിക്ക് 1/1/2016 ഉണ്ടായിരുന്ന പെൻഷൻ 17,699 രൂപ. 1/7/2019 മുതൽ റിവൈസ്ഡ് പെൻഷൻ 19,726 രൂപ. കിട്ടാവുന്ന അരിയേഴ്സ് ഏകദേശം 87,000 രൂപ. നായിക് റാങ്കിലുള്ളയാൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന പെൻഷൻ, അതായത് 1/1/2016 പെൻഷൻ 18,427 രൂപ. 1/7/2019 റിവൈസ്ഡ് പെൻഷൻ 21,101 രൂപ. നായിക്കിന് കിട്ടുന്ന അരിയേഴ്സ് ഏകദേശം 1,14,000 രൂപയാണ്. ഇനി ഹവൽദാർ റാങ്കിലുള്ളയാൾക്ക്
1/1/2016 പെൻഷൻ 20,066 രൂപയും റിവൈസ്ഡ് പെൻഷൻ 1/7/2019 21,782 രൂപയുമാണ്. ലഭിക്കാവുന്ന എറിയർ ഏകദേശം 70,000 രൂപയാണ്. ഇനി നായബ് സുബേദാർ റാങ്കിലുള്ളയാൾക്ക് 1/1/2016 പെൻഷൻ 24,232 രൂപയും റിവൈസ്ഡ് പെൻഷൻ 1/7/2019 26,800 രൂപയുമാണ്. നായബ് സുബേദാറിന് ലഭിക്കാവുന്ന എറിയേഴ്സ് ഏകദേശം 1,08,000 രൂപയാണ്. സുബേദാർ മേജറിന് 1/1/2016 പെൻഷൻ 33,526 രൂപയാണ്. റിവൈസ്ഡ് പെൻഷൻ 1/7/2019 37,600 രൂപയും ലഭിക്കാവുന്ന എറിയേഴ്സ് ഏകദേശം 1,75,000 രൂപയാണ്. ഇനി ഓഫീസേഴ്സ് റാങ്കിൽ നോക്കിയാൽ മേജറിന് 1/1/2016 പെൻഷൻ 61,205 രൂപയും റിവൈസ്ഡ് പെൻഷൻ 1/7/2019 68,550 രൂപയുമാണ്. മേജർ റാങ്കിന് ലഭിക്കാവുന്ന എറിയേഴ്സ് ഏകദേശം 3,05,000 രൂപയാണ്. ലഫ്റ്റനന്റ് കേണൽ റാങ്കിൽ 1/1/2016 പെൻഷൻ 84,330 രൂപയും റിവൈസ്ഡ് പെൻഷൻ 1/7/2019 95,400 രൂപയുമാണ്. ലഫ്റ്റനന്റ് കേണലിന് ലഭിക്കാവുന്ന എറിയേഴ്സ് ഏകദേശം 4,55,000 രൂപയാണ്. കേർണൽ റാങ്കിന് പെൻഷൻ 1/1/2016 92,855 രൂപയും റിവൈസ്ഡ് പെൻഷൻ 1/7/2019 1,03,700 രൂപയുമാണ്. കേർണൽ റാങ്കിന് ലഭിക്കാവുന്ന എറിയേഴ്സ് ഏകദേശം 4,42,000 രൂപയാണ്. ബ്രിഗേഡിയർ റാങ്കിന് 1/1/2016 പെൻഷൻ 96,555 രൂപയും റിവൈസ്ഡ് പെൻഷൻ 1,08,800 രൂപയുമാണ്. ബ്രിഗേഡിയറിന് ലഭിക്കാവുന്ന എറിയേഴ്സ് ഏകദേശം 5,05,000 രൂപയാണ്. മേജർ ജനറലിന് 1/1/2016 പെൻഷൻ 99,621 രൂപയും 1/7/2019 റിവൈസ്ഡ് പെൻഷൻ ഏകദേശം 1,09,100 രൂപയുമാണ്. ലഭിക്കാവുന്ന എറിയേഴ്സ് ഏകദേശം 3,90,000 രൂപയാണ്. ലഫ്റ്റനന്റ് ജനറലിന് 1/1/2016 പെൻഷൻ 1,01,515 റിവൈസ്ഡ് പെൻഷൻ 1/7/2019 1,12,50 രൂപയുമാണ്. ലഫ്റ്റനന്റ് ജനറലിന് ലഭിക്കാവുന്ന എറിയേഴ്സ് ഏകദേശം 4,32,000 രൂപയാണ്. പ്രതിരോധ സേനയിലെ ഉദ്യോഗസ്ഥർ കുടുംബ പെൻഷൻകാർക്കായി OROP നടപ്പിലാക്കുന്നതിനുള്ള ചരിത്രപരമായ തീരുമാനമെടുത്ത സർക്കാർ 2015 നവംബർ 7 പെൻഷൻ പരിഷ്കരണത്തിനായി പോളിസി ലെറ്റർ നൽകി. ജൂലൈ 1, 2014 പ്രസ്തുത പോളിസി ലെറ്ററിൽ ഭാവിയിൽ ഓരോ 5 വർഷം കൂടുമ്പോഴും പെൻഷൻ പുനർനിർണയിക്കുമെന്ന് സൂചിപ്പിച്ചിരുന്നു. ഏകദേശം OROP നടപ്പിലാക്കുന്നതിനായി പ്രതിവർഷം 7,123 കോടി രൂപ വെച്ച് 8 വർഷത്തിനുള്ളിൽ 57,000 കോടി രൂപ ചെലവഴിച്ചു. ഇത്രയുമാണ് ഗവൺമെൻറ് ഇന്ന് പുറത്തിറക്കിയ പ്രസ് റിലീസിൽ ഉള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.